ഒടുവിൽ പോലീസ് ഉണർന്നു. 2 പെൺകുട്ടികളെ ക്രൂരമായി ആക്രമിച്ച 10-അംഗ സംഘത്തിലെ പ്രധാനി കൊടും കുറ്റവാളി അക്ബർ അലിയെ ആക്രമണം നടന്ന് 4 പകലുകൾ പിന്നിട്ടപ്പോൾ പിടികൂടിയിരിക്കുന്നു. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ നിന്നാണ് ഇയാളെ എറണാകുളം നോർത്ത് പോലീസ് പിടികൂടിയത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രദീപ്, പോലീസിന്റെ റഡാറിൽ 2 ദിവസം മുൻപ് തന്നെ ഇയാൾ ഉണ്ടെന്ന് കേരള പോലീസ് പറഞ്ഞതാണ്. ഇപ്പോൾ 10-അംഗ സംഘത്തിലെ പ്രധാനിയാണ്, സെക്സ് റാക്കറ്റിന്റെ കണ്ണിയാണ്, ലഹരി മാഫിയയിൽ ഉണ്ടെന്ന വിവരം വരുന്നു. ഇങ്ങനെ ഒരു കൊടും കുറ്റവാളിയെ 4-ാം ദിനം പിടിയിലാകുമ്പോഴും ഇനിയും പുറത്തുള്ളത് 6 പേരാണ്. പോലീസ് എന്താണ് പറയുന്നത്? കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് നഗരത്തെ നടുക്കിയ അതിക്രമം അരങ്ങേറിയത്. വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കും മറ്റും പഠിക്കുന്ന 2 പെൺകുട്ടികൾ പുലർച്ചെ വരെ ഇരുന്ന് പഠിച്ച ശേഷം ഏതാണ്ട് 5 മണിയോടുകൂടി ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അക്ബർ അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചത്. 10-അംഗ സംഘമാണ് ഇതെന്ന് പറയപ്പെടുന്നു. ആദ്യം 7-അംഗ സംഘമാണ് എന്ന് കരുതിയെങ്കിലും പിന്നീട് 10-അംഗ സംഘമാണ് എന്നുള്ള വാർത്തകളാണ് വെളിയിൽ വന്നത്. അക്ബർ അലിക്കൊപ്പം ഉണ്ടായിരുന്നവരിൽ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഈ പഠനം കഴിഞ്ഞ് പുറത്തേക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ പെൺകുട്ടികളെ മറുസംഘം കളിയാക്കി. പെൺകുട്ടികൾ ഇത് ചോദ്യം ചെയ്തു. ഇതേ തുടർന്നുണ്ടായ വാക്കേറ്റത്തിനിടയിൽ അക്ബർ അലിയുടെ നേതൃത്വത്തിൽ ഇതിൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കയ്യിൽ പിടിച്ച് വലിച്ച് ചുഴറ്റി നിലത്തേക്ക് ഇട്ടു. മാത്രമല്ല ഇവരുടെ ശരീരത്തിൽ പലതവണ തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംഭവം നടന്ന് ഏതാണ്ടൊരു 3 മണിക്കൂറിന് ശേഷം ആദ്യം 3 പേർ പിടിയിലായി. ബാക്കിയുള്ള 2 യുവതികൾ അടക്കമുള്ള 7 പേർക്ക് വേണ്ടി എറണാകുളം നോർത്ത് പോലീസ് കഴിഞ്ഞ 4 ദിവസമായി തെരച്ചിൽ നടത്തുകയായിരുന്നു. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയാണ് കേസിലെ മുഖ്യപ്രതിയായ അക്ബർ അലി. അക്ബർ അലി ആണ് ഇന്ന് ചെർപ്പളശ്ശേരിയിൽ വെച്ച് പിടികൂടുമ്പോൾ ഇയാൾ ഒരു രൂപമാറ്റം വരുത്തിയ വാഹനത്തിൽ, അതായത് വാഹനത്തിന് രൂപമാറ്റം വരുത്തി ആ വാഹനത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇതിനിടെ വഴിയിൽ വെച്ചാണ് പിടികൂടിയത് എന്നാണ് പോലീസ് അനൌദ്യോഗികമായി പറഞ്ഞത്. എന്തായിരുന്നാലും ഇയാൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടന്നോ എന്നുള്ള സംശയം പോലും ഉണ്ടായിരുന്നു. കടന്നിരുന്നില്ല, മറിച്ച് രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി മറ്റ് സംസ്ഥാനത്തേക്ക്, അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് എറണാകുളം നോർത്ത് പോലീസ് ഇയാളെ പിടികൂടിയത്. അതേസമയം ഇനിയും 6 പേരെ കൂടി പിടിയിലാകാനുണ്ട്. ഇവരിൽ 2 പേർ ഈ സംഭവം നടക്കുമ്പോൾ അക്ബർ അലിക്ക് ഒപ്പമുണ്ടായിരുന്ന യുവതികളാണ്. ഇവരെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പിടിയിലായതായി ഇതേവരെ വിവരമൊന്നുമില്ല. അക്ബർ അലിക്കെതിരെ കഴിഞ്ഞ വർഷം ഒരു കേസുണ്ടായിരുന്നു. പെൺവാണിഭ കേസായിരുന്നു ഇത്. ഇയാളുടെ നേതൃത്വത്തിൽ ഒരു പെൺവാണിഭ ശൃംഖല തന്നെ ഉണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ചില ഓൺലൈൻ സൈറ്റുകളിലൂടെ പെൺകുട്ടികളെ വിലക്കി വെക്കുന്ന അല്ലെങ്കിൽ കൈമാറാൻ നടത്തുന്ന ഒരു സൈറ്റിന്റെ നേതൃത്വത്തിലാണ് ഇയാൾ മറ്റും പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം എറണാകുളം സൗത്തിൽ ഒരു ലോഡ്ജ് റെയ്ഡ് ചെയ്തപ്പോഴാണ് അക്ബർ അലിയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. നിലവിൽ ഇയാൾ എറണാകുളത്ത് ഒരു ലോഡ്ജ് നടത്തുകയാണ്. ഈ ലോഡ്ജിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉൾപ്പെടെ പോലീസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ ഈ അതിക്രമ സംഭവം അരങ്ങേറുമ്പോൾ അക്ബർ അലിക്ക് ഒപ്പമുണ്ടായിരുന്ന 2 യുവതികൾ ആരായിരുന്നു എന്നതടക്കം പരിശോധിക്കുന്നു. പോലീസിന്റെ റഡാറിലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇയാൾക്ക് പിന്നിൽ ചില വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്നാണ് സംശയം. കാരണം അതല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഇയാൾ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. 4 ദിവസം ഇയാൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്നു. അതിനുശേഷം മറ്റൊരു സംസ്ഥാനത്ത് പോയി ഒളിച്ചിരിക്കാൻ എവിടെയോ ഒരു ഒളിയിടം ഉണ്ടാക്കി അവിടേക്ക് പുറപ്പെടുന്ന വേളയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. മാത്രമല്ല ആദ്യ കേസിൽ ഇയാളെ പുറത്തിറക്കാൻ സഹായിച്ചവർ ആരൊക്കെ, അത്തരം കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം പോയേക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും മുഖ്യപ്രതിയായ അക്ബർ അലിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് നാണക്കേടിന് അല്പം ഭാരം കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെ സംഘത്തിലെ ബാക്കിയുള്ള ആളുകൾ എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിശദ വിവരങ്ങൾ നൽകിയത്.